പാർട്ടി 2010 മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്നൊരാവശ്യം കേരള ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിക്കുകയുണ്ടായി. പുതിയ ജില്ല രൂപീകരിക്കാൻ വികസനപരമായ ആവശ്യങ്ങൾക്കും ഭരണപരമായ സൗകര്യത്തിനും പുതിയ ജില്ല രൂപീകരിക്കാറുണ്ട്. കേരളത്തിലെ 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം പുതിയൊരു ജില്ല രൂപീകരിക്കാൻ ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല ഏകദേശം 50 ലക്ഷത്തോളം, 1/2 കോടിയോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ വികസനപരമായ കാര്യങ്ങളിൽ വിവേചനം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വികസനം താഴെക്കടയിൽ എത്തുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ വികസന കുതിപ്പിന് അനിവാര്യമായിട്ടുള്ളത് ജില്ല വിഭജിക്കുക എന്നുള്ള ഒരു ആവശ്യമാണെന്നുള്ളത് ഞങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ, അധികാരികളുടെ മുന്നിൽ ഉന്നയിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ജില്ലകളിലൊക്കെ ആനുപാതികമായിട്ട് വികസനങ്ങൾ ജനസംഖ്യാനുപാതികമായി വികസനം ലഭിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ ആനുപാതികമായി വികസനം ലഭിക്കാത്തത് കൊണ്ട് അനിവാര്യമായി താഴെക്കടയിൽ വികസനം ലഭിക്കാൻ ജില്ല വിഭജിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വികസന കുതിപ്പിന് ഉപകാരപ്പെടുക എന്നുള്ള നിലക്കാണ് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചത്. കഴിഞ്ഞ 2010 മുതൽ 15 വർഷത്തോളം ഈ ആവശ്യം ഉന്നയിച്ചിട്ട് ഇതുവരെ അധികാരികളെ ചെവി കൊടുക്കാനോ അതിന് ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാത്ത അടിസ്ഥാനത്തിൽ ഒരു തുടർ സമര പരിപാടിയുമായിട്ട് ഞങ്ങൾ പാർട്ടി മുന്നോട്ട് വരികയാണ്. പുതിയ ഗവൺമെന്റൊക്കെ വന്ന സ്ഥിതിക്ക് അന്ന് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അന്ന് പരിഹാസ്യ രൂപേണ ഇതിനെ വിമർശിച്ച രാഷ്ട്രീയ പാർട്ടികളും അധികാരികളും ഒക്കെ ഇന്ന് അത് ഏറ്റെടുത്ത് അത് ആവശ്യമായിട്ട് അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അടുത്ത ഏതാനും 2 ദിവസം മുന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ ബഹുമാന്യ KPA മജീദ് ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വെച്ച് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി, പഠന ആവശ്യാർത്ഥം. പക്ഷെ ഞങ്ങൾ പറയുന്ന ജില്ലേന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് വളരെയേറെ പഠനാർഹമായ കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണെന്നിരിക്കെ ഇനിയും പഠനത്തിന് പഠിക്കാൻ വേണ്ടി കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഇവിടെ അധികാരികൾ, ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥങ്ങൾ, നമുക്കറിയാം തിരൂരിലുള്ള സബ് കലക്ടർ ദിലീപ് അടക്കമുള്ള ആളുകൾ, മുൻ കലക്ടർ അടക്കമുള്ള ആളുകൾ ഇത് ഏറ്റെടുത്തിട്ട് ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ജില്ലാ വിഭജനം വളരെ അനിവാര്യമായൊരു സംഗതിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കെ ഇനിയും അത് വൈകിക്കുന്നത് നീതിരഹിതമാണ് എന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു തുടർ സമര പരിപാടികളുമായി SDPI മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഹൗസ് ക്യാമ്പയിന്, ധർണകൾ, മാർച്ചുകൾ, സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ജില്ലയുടെ ഉത്തരവാദപ്പെട്ട അധികാരികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ഇന്ന് അതൊരു ആവശ്യമായി ഏറ്റെടുത്തതോടൊപ്പം തന്നെ പത്രപ്രവർത്തകർക്ക് നിങ്ങളും നമ്മുടെ ജില്ലയാണ് മലപ്പുറം, ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ജില്ലാ വിഭജനം എന്നുള്ള കാര്യം ഒരു വലിയ അജണ്ടയാക്കി മാറ്റി കൊടുന്നുകൊണ്ട് ഒരു ആവശ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ജില്ല വിഭജിക്കുന്ന രീതിയിലേക്ക് മലപ്പുറത്തെ ജനങ്ങൾക്കും വികസനത്തിന്റെ ആവശ്യങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്തയാക്കി കൊണ്ടുവന്ന് ഇതൊരു പ്രക്ഷോഭത്തിന് സഹായിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.